ഹലോ, ഞാനിപ്പം വന്നിരിക്കുന്നത് നെയ്തൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മൈദയ്ക്ക് ആവശ്യമായി, അതായത് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുക്കേണ്ടത്. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ലൂക്കോം വാട്ടർ, ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് നമ്മുടെ ഈസ്റ്റ് ഇട്ടിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കും. ആ വെള്ളം പോരാ, നമുക്ക് ആവശ്യത്തിന് വെള്ളം, നല്ല ലൂസ് ഡോ ആയിട്ട് വരാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ നല്ലപോലെ നീഡ് ചെയ്യണം. അതിനുശേഷം ഇതിന് പൊങ്ങി വരാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഓയിൽ തടവി വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമ്മളിതിനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഞാനിവിടെ ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓരോ നല്ല വൃത്തിയുള്ളൊരു തുണി ചെറു ചൂടുവെള്ളത്തിൽ നല്ലപോലെ മുക്കി പിഴിഞ്ഞ് അതിട്ട് കവർ ചെയ്താലും മതി. ശേഷം നമ്മൾ പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ, ഒരു 1.5 തക്കാളി കട്ട് ചെയ്ത് ഒരു ടീസ്പൂൺ ഓയിലിൽ നല്ലപോലെ സോട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഒരു 4-5 അല്ലി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഉപ്പ്, പഞ്ചസാര, ഒറിഗാനോ, ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതിനൊന്നും ഇങ്ങനെ കണക്കുകളൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ, അതൊരു സോഫ്റ്റ് പരുവത്തിലാവും. ഞാനതിന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഇടുന്നത്. ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ടോപ്പിങ്സ് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ആക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ സാധാരണ ചിക്കൻ ഫ്രൈ, നമ്മുടെ വീട്ടിലുള്ള ചിക്കൻ തന്നെ അതിൻ്റെ ബോൺലെസ് പീസസ് എടുത്ത് ഉപ്പ്, കുരുമുളക് ഒക്കെ ചേർത്ത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതായാലും മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് മാത്രമേ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ചൂടൊക്കെ കൊണ്ട് അത് പെട്ടെന്ന് ആയതാണ്. അപ്പോൾ ഞാനതിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ ആ സോസും ഒക്കെ ഉണ്ടാക്കിയ സെയിം തവയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ചിട്ട് ചെറിയ കുറച്ച് കുത്തുകളൊക്കെ ഇടും. അങ്ങനെ അത് റെഡിയായി വന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഡോ എടുത്ത് ആ പാൻ എടുത്ത് ഞാൻ സ്റ്റൗവിന് മേളിൽ വെച്ച് അത് 2 തവണ തിരിച്ചും മറിച്ചൊക്കെ, അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും എൻ്റെ ടോപ്പിങ്സ് ആയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പെപ്പറോണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സോസേജ്, പിന്നെ പിസ്സ ചീസ്, മൊസറല്ല ചീസുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്കാവും. ഇപ്പോൾ നമ്മുടെ ഈ ചീസ് മെൽട്ടായി വരുന്ന നേരം മതി നമ്മുടെ പിസ്സ റെഡി ആവാനായിട്ട്. അപ്പോൾ ഇതാണ് പിസ്സയുടെ ഫൈനൽ രൂപം. എങ്ങനെയുണ്ട്?